ഇന്ന് നമുക്കൊരു പൊട്ടറ്റോ വെണ്ടയ്ക്ക മസാല മെഴുക്ക് പുരട്ടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ചപ്പാത്തിക്കും ചോറിനും ഒക്കെ നല്ലൊരു സൈഡ് ഡിഷാണ്. ആദ്യം ഒരു പാനിൽ ഓയിൽ ചേർക്കുക, എന്നിട്ട് ജീരകം ചേർക്കാം. ജീരകം നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമുക്ക് 1 ടീസ്പൂൺ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇനി നമുക്കിതിലോട്ട് പൊട്ടറ്റോ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കൊരു മീഡിയം സൈസ് സവാളയും കൂടെ ചേർക്കാം. ഇനി നന്നായിട്ട് കളർ മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കാം. ചെറുതായിട്ടൊന്ന് വാടി ഇതിൻ്റെ കളറൊക്കെ മാറി വരുന്നത് വരെ നമുക്കൊന്ന് വഴറ്റണം. അതിനുശേഷം നമുക്ക് 2 പച്ചമുളക് അരിഞ്ഞ് ചേർക്കാം. ഒരു മീഡിയം സൈസ് തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം. വീണ്ടും നമുക്ക് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് വെണ്ടയ്ക്ക ചേർക്കാം. വെണ്ടയ്ക്ക ചേർത്തതിന് ശേഷം ഒരുപാട് വഴറ്റാൻ പാടില്ല. അങ്ങനെ വഴറ്റിക്കഴിഞ്ഞാൽ ഇതിന് നന്നായിട്ട് പശപ്പശപ്പുണ്ടാവും. കുറച്ച് നേരം കഴിഞ്ഞതിന് ശേഷം മാത്രം നമുക്ക് പതുക്കെ പതുക്കെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. വഴറ്റുന്നതിന് പകരം ഇതുപോലെ പതുക്കെ ഇളക്കി കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിന് ഒരുപാട് പശപ്പശപ്പുണ്ടാവില്ല. ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല എല്ലാം ചേർത്ത് നന്നായിട്ട് നമുക്ക് പച്ചമണം മാറുന്നത് വരെ വഴറ്റാം. ഇനി ഇതിലോട്ട് കായപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു നുള്ള് ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് അടച്ച് വെച്ച് ഇത് കുക്ക് ചെയ്യണം. കുക്ക് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം ഇടയ്ക്കിടയ്ക്ക്. അല്പം വെള്ളവും കൂടെ തെളിച്ച് കൊടുത്തതിന് ശേഷം അടച്ച് വയ്ക്കുക. ഇനി നമുക്ക് മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കാം. അടച്ച് വെച്ച് കുക്ക് ചെയ്യുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. അങ്ങനെ നമ്മുടെ പൊട്ടറ്റോ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സർവിങ് ബൗളിലോട്ട് മാറ്റാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. താങ്ക്